ഹേ ഗൈസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. സൂര്യൻ്റെ കറുപ്പിന് ശേഷം ഈ വർഷത്തെ സൂര്യൻ്റെ അടുത്ത ചിത്രമാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. നമ്മുടെ ലക്കി ഭാസ്കറിന് ശേഷം വെങ്കി അഡ്ലൂരി എഴുതി സംവിധാനം ചെയ്ത എഴുതിക്കുന്ന KN വിജയകുമാർ എന്ന് പറഞ്ഞ വേറൊരു റൈറ്റർ കൂടിയുണ്ട്. പുള്ളി സംവിധാനം ചെയ്ത സിനിമയാണ്. അഭിനയിച്ചിരിക്കുന്നവർ സൂര്യ, മമിത ബൈജു, പിന്നെ നമ്മുടെ രാധിക, മറ്റേ തെറിയിലെ വിജയൻ്റെ അമ്മയില്ലേ, രാധിക ശരത് കുമാർ, യെസ് പുള്ളിക്കാരിയുണ്ട്. പിന്നെ ആരൊക്കെയാണ്, രവീനാഥണ്ടനായിരുന്നു അത്. ഓക്കെ, നാസർ, രഘു ബാബു, ജോർജ് മാര്യൻ, ഭവാനി ശ്രീ, അങ്ങനെ കുറേ പേരുള്ള ഒരു സിനിമയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ സൂര്യൻ്റെ ഒരു ഫാമിലി പടമൊക്കെ കണ്ട കാലം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏത് കാലത്ത് പണ്ട് വേലൊക്കെ കണ്ടാന്ന് തോന്നുന്നു. വേല് കണ്ടു, പിന്നെ ആദവൻ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമകളാണ്. ഇപ്പോൾ വേലിൽ ഇപ്പോൾ മറ്റേ കയ്യിലുള്ള ഡബ്ബ് വരുമ്പോൾ കോമഡി ആണെങ്കിൽ പോലും എനിക്ക് ആ സിനിമ പേഴ്സണലി എനിക്ക് കണക്റ്റ് ആയ സിനിമയാണ്. അതിൻ്റെ ഇമോഷൻസ് എനിക്ക് വർക്കായാണ്. ഞാൻ അത്യാവശ്യം പാസത്തിൻ്റെ ഒക്കെ ഒരാളാണ്. എന്ന് വെച്ച് എല്ലാ പാസവും പിടിക്കില്ല, എന്താ പറയുക, പണ്ടത്തെ ലെവൽ പാസങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദശരഥം ഇല്ലേ, ലാലേട്ടൻ്റെ പടം, മന്ദാരച്ചപ്പുണ്ടോ പാട്ടൊക്കെ ഉള്ള ആ സിനിമയില്ലേ, നമ്മുടെ ആരുടെ സിബി മലയിലെടുത്ത സിനിമ, ആ സിനിമേൻ്റെ കോർ പ്ലോട്ടാണ് ഇത്. തുടക്കമൊക്കെ അങ്ങനെയാണ് പോയിരിക്കുന്നത്. മമിതേൻ്റെ ക്യാരക്ടർ വരുന്നത് ആ ഒരു സംഭവത്തിൽ നിന്നാണ്. അതിലെ ഒരു ക്യാരക്ടർ ചെയ്ത പരിപാടിയൊക്കെ തന്നെയാണ് മമിത. കാരണം അത് ഇമോഷണലി നമ്മൾ അത്രത്തോളം നമ്മൾ ഹുക്കായിരിക്കുമെങ്കിൽ ഇവിടെ ഹ്യൂമർ ആയിട്ടുള്ള രീതിയിൽ ഇവർ നല്ല രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്തു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ടെക്നിക്കൽ വശത്തിനൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ മ്യൂസിക് GV പ്രകാശ് അടിപൊളി. എനിക്ക് ആ കൂടി ഒരു വിഷമം തോന്നിയത് ഇതിലൊരു ടീസർ തീമുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് മറ്റേ വഴിത്തുണയൊക്കെയാണ് ഓർമ്മ വന്നത്. അതിൻ്റെ സെയിം ഒരു മ്യൂസിക്കൽ പാറ്റേൺ ആണ് ഈ ടീസർ തീമിൽ അവർ പിടിച്ചിട്ടുള്ളത്. എനിക്കങ്ങനെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ എനിക്കത് തോന്നി. പക്ഷേ എനിക്കത് ശരിക്കും ഇഷ്ടപ്പെട്ടു. സിനിമയിലോട്ട് വന്നപ്പോഴത്തേക്കും മ്യൂസിക് എല്ലായിടത്തും ഉണ്ട്, പക്ഷേ ഈ സാധനം സിനിമയിൽ ഉണ്ടായിരുന്നില്ല. ഉടലികൾ ഞാൻ അതിന് വേണ്ടി കാത്തിരിക്കുക, ഇതപ്പോൾ വരും ഒന്ന് ഈ അറ്റ്മോസ്ഫിയർ ഒന്ന് കേൾക്കാൻ. ഞാൻ ഈ ടീസറൊക്കെ കാണുമ്പോഴായാലും അറ്റ്മോസ്ഫിയർ ഈ മ്യൂസിക് കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കുമായിരുന്നു. സിനിമയിൽ എവിടെയാണ് വരുന്നത്, അതിൻ്റെ സീൻ എങ്ങനെയാണ്, അതിൻ്റെ പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ ഡ്രൈവ് എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ സിനിമയിൽ ആ സാധനം ഇല്ലാണ്ടായിപ്പോയി. അതെനിക്ക് ഒരു ചെറിയ വിഷമമായി പോയി. സിനിമാറ്റോഗ്രാഫി ബൈ നിമിഷ് രവി. എൻ്റെ പൊന്നോ, റിച്ച്. നിമിഷ് രവി ആരാന്നറിയാത്തവർ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ ലോക പോലത്തെ ഗംഭീര പടങ്ങളൊക്കെ സിനിമാറ്റോഗ്രാഫി ചെയ്ത മച്ചാനാണ്. റിച്ച് പറയും. ഈ സിനിമ എന്ന് പറയുകയാണെങ്കിൽ ഒരു തെലുഗു പടത്തിന്റെ മേക്കിങ്ങിൽ ഈ ലക്കി ഭാസ്കറൊക്കെ മേക്ക് ചെയ്ത് വെച്ചേക്കണ ആ ഒരു, അങ്ങനല്ല, ആ ഒരു ടെറൈനല്ല, പക്ഷെ ആ ഒരു രീതിയിലുള്ള ഫ്രെയിമും അങ്ങനത്തെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള കളർ പാലറ്റ് നമുക്ക് ഒരിക്കലും സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. അമ്മാതിരി കളർ പാലറ്റാണ് ഈ സിനിമ പിടിച്ചത്. വാരിസൊക്കെ ഇല്ലേ, വാരിസൊക്കെ അതും വംശി തന്നെ ചെയ്തിരിക്കുന്നത്. അത് വംശിയാണെങ്കിൽ തെലുങ്ക് ഡയറക്ടറാണ്. അപ്പോൾ ആ ഒരു രീതിയിലെടുത്ത തമിഴ് ചിത്രം അതേപോലെ തന്നെയാണ് ഇതും. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം ഇതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വാരിസ് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അത് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു ഇതായിരിക്കും, വാരിസ് എന്തോ തൊലിഞ്ഞ പടമാണ് വാരിസ് എന്ന് പറഞ്ഞ് നടക്കുന്നവന്മാരുണ്ട്. അപ്പോൾ ഈ സിനിമയെ കുറിച്ചും പുറത്തോട്ട് എങ്ങനെയാണ് ഒരു സംഭവം പറ്റി. ഇപ്പോൾ സൂര്യ ചെയ്തതുകൊണ്ട് വിജയം ചെയ്യുമ്പോഴാണല്ലോ എല്ലാവർക്കും പ്രശ്നം. സൂര്യ എങ്ങനത്തെ ഒരു സിനിമ ആയതുകൊണ്ട് അതിന് കുട പിടിക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ടാകും, സ്വാഭാവികം. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. ഞാനിപ്പോൾ മനസ്സിൽ വെച്ചിരിക്കുന്ന കാര്യം, ഇനിയിപ്പോൾ വിജയ് ഇല്ല, അപ്പോൾ സൂര്യ പടങ്ങളൊക്കെ മാക്സിമം ആഘോഷിക്കുക എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്ന് വെച്ച് ഈ സിനിമയിൽ എനിക്ക് ദൈർഘ്യം ഭയങ്കര കൂടുതലായിട്ട് തോന്നി, ചിലയിടത്തൊക്കെ കുറച്ച് ഓവറായിട്ട് തോന്നി. ഹ്യൂമറിൻ്റെ പ്ലേസ്മെൻറ്റ് അവരത് ചെയ്തിരിക്കുന്ന രീതിയും ഈ അമ്മ മകൾ സൂര്യ ഈ പരിപാടിയൊക്കെ അടിപൊളിയാണ്. ആ കൊച്ചിൻ്റെ ക്യാരക്ടറിനെ കൊണ്ടുപോയി ചെയ്യിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളും പരിപാടിയൊക്കെ ഉണ്ട്. എല്ലാം നൈസാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്ത്. ഡ്യൂറേഷൻ കുറച്ച് കമ്മി ഉണ്ടായിരുന്നു. ഒരു 1.5 മണിക്കൂർ എന്തോ ഫസ്റ്റ് ഹാഫ് എന്തോ ഉണ്ടായിരുന്നു. അത് കുറച്ച് എവിടെയെങ്കിലൊക്കെ കുറച്ച് സീൻസൊക്കെ മാറ്റിയോ ജസ്റ്റ് ചെറിയൊരു ട്രിമ്മൊക്കെ ചെയ്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറയ്ക്കാതെന്ന് തോന്നി. അല്ലാത്ത പക്ഷം ടെക്നിക്കലി ടു ഗുഡ്. നമുക്ക് ഇരുന്ന് കാണാനുള്ള സംഭവം ഉണ്ട്. ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ ഇരുന്ന് കാണാനുള്ള സാധനമുണ്ട്. സൂര്യ ആണെങ്കിൽ എന്ത് അടിപൊളിയാണ് സൂര്യ. മമിത, എനിക്ക് പേഴ്സണലി മമിതേനെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. അടിപൊളിയായിട്ട് ആ ഒരു കഥാപാത്രം, മാഡി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരിൻ്റെ ഹ്യൂമർ ലെവല്, ആ ടൈമിങ്ങും അതൊക്കെ വേറെ ലെവല്. സൂര്യ ആണെങ്കിൽ ഞാൻ കുറേ കാലമായി ഇങ്ങനത്തെ ഒരു ഫാമിലി പടം സൂര്യനെ കണ്ടിട്ട്. അതിന് മുമ്പ് ഞാൻ കണ്ട സിനിമകൾ ഏതൊക്കെയാണ് നിങ്ങൾ ആലോചിച്ചു. കറുപ്പില് ഒരുമാതിരി ഒരു സൂര്യ, റെട്രോയില് ചിരിക്കാത്ത സൂര്യ, കങ്കുവേരായാലും ഞാൻ പറയുന്നില്ല, കാക്കാ കൂക്കു കൊരവിളി വിളിക്കുന്ന സൂര്യ. ഇതിനു മുമ്പത്തെ പിന്നെ ജൈവിയുമായാലും സൂര്യ പോട്ടറായാലും ഇമോഷണലി നമ്മളങ്ങ്
അടിച്ചിരുത്തുന്ന സൂര്യയായിരുന്നു. അതിനു മുമ്പത്തെ പടങ്ങളൊക്കെ പിന്നെ കാട്ടവരാതങ്ങളാണ്, ഒന്നും പറയുന്നില്ലേ. ഈ സിനിമയിലോട്ടപ്പോൾ സൂര്യൻ്റെ ചാംനെസ്, സൂര്യൻ്റെ ലുക്സ്, സൂര്യൻ്റെ ഇമോഷൻസ് എല്ലാം എനിക്ക് പേഴ്സണലി നല്ല രീതിക്ക് കൺവേ ആയി. ഞാൻ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു സിനിമയാണ് കാണാൻ പോകുന്നതെന്നുള്ളൊരു മൈൻഡ് സെറ്റാക്കി ഇങ്ങനെ പോയത് കൊണ്ടായിരിക്കുക എനിക്ക് പേഴ്സണലി നല്ല രീതിക്ക് വർക്കായി. എനിക്ക് മനസ്സിലായി ഈ സിനിമ എന്താണ് പുട്ട് ഫോർവേഡ് നോക്കുന്നത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഓഡിയൻസിനെയാണ് ഈ സിനിമ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കി പോയ ഒരാളാണ് ഞാൻ. അല്ലാതെ മറ്റേ ഇന്ത ലെവൽ പടം എന്നൊക്കെ ഒന്നും പറഞ്ഞ് ആരും ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയാണിത്. അപ്പോൾ എല്ലാവരും ഫാമിലി ഓഡിയൻസ് എനിക്ക് തോന്നുന്നു ഏറ്റെടുക്കുമെന്ന് തോന്നുന്നു ഈ സിനിമേനെ. അത്യാവശ്യം അവർക്ക് ചിരിക്കാനും കേട്ടോണ്ടിരിക്കാം. പിന്നെ DC ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷോസും ഗ്രോസൊക്കെ വരുന്നതെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. DC അമ്മാതിരി കത്തിക്കയറ്റമാണ് കയറിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ കേട്ടത്. ഈവൻ കേരളയിൽ പോലും ഷോസ് എല്ലാം ഹൗസ്ഫുള്ളാണ്. അപ്പോൾ അതാണ് വിശ്വനാഥൻ സൺസ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ജോണർ ആയതുകൊണ്ടും ഞാൻ കാണാൻ കുറേ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂര്യൻ്റെ ഒരു സിനിമ ആയതുകൊണ്ടും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എനിക്ക് അങ്ങനെ ബാഡൊന്നും ഒരിടത്ത് അടിച്ചില്ല. ഞാൻ പറഞ്ഞില്ല, അത് അയർക്കാൻ മാത്രം ഡ്യൂറേഷൻ കുറച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അല്ലാത്ത പക്ഷെ നമുക്ക് കണ്ണിലോട്ട് കളർ വാരി എറിഞ്ഞിരിക്കുകയാണ് സിനിമ മൊത്തം. അങ്ങനത്തെ ഒരു സിനിമയാണ്. കണ്ണിന് കുളിർമയും മനസ്സിന് ഒരു ശാന്തതയും. ഞാൻ പറഞ്ഞില്ലേ, ദശരഥം എന്ന് പറഞ്ഞ സിനിമേൻ്റെ പക്ക ഒരു ഹ്യൂമർ അല്ലെങ്കിൽ ഒരു പ്ലസന്റ് സൈഡാണ്. ആ സിനിമ എന്താ പറയുക, കുറച്ച് ഭയങ്കര ഇമോഷണലാണ്. നമ്മൾ ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞു പോകും. പക്ഷേ ഇതിൽ നമുക്കിങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ കാണാൻ പറ്റുന്നത് അതേ ഒരു സെയിം പ്ലോട്ടാണ്. ഒരേ പ്ലോട്ടിനെയാണ് ഇവിടെ വേറൊരു തലത്തിൽ കാണിച്ചിരിക്കുന്നത്. സോ അത്രേ ഉള്ളൂ. ബൈ ബൈ.